ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSCB ആൻഡ് PSC മാസ്റ്റർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ അടുത്ത കോപ്പറേറ്ററിനെ കാണുകയാണ്. ഷൂൾസ് ഡെലിറ്റ്സ് എന്നുള്ള പ്രശസ്തനായ കോപ്പറേറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ജനനവർഷവും അതുപോലെ അദ്ദേഹം മരിച്ച വർഷവും നമുക്കൊന്ന് കാണാം. 1808 അദ്ദേഹം ജനിച്ചു. 1883 അദ്ദേഹം അന്തരിച്ചു. 1808 ജനിച്ചു, 1883 അന്തരിച്ചു. ഷൂൾസ് ഡെലിറ്റ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ, അദ്ദേഹം ജഡ്ജ് അതുപോലെ തന്നെ മേയർ. ജഡ്ജായിരുന്നു ആദ്യം, അതിനുശേഷം അദ്ദേഹം മേയറായി. അപ്പോൾ ജഡ്ജായിട്ടിരുന്ന കോപ്പറേറ്റർ അല്ലെങ്കിൽ മേയറായിട്ടിരുന്ന കോപ്പറേറ്റർ എന്നൊക്കെ ചോദിച്ചാൽ ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ ഷൂൾസ് ഡെലിറ്റ്സ് ആണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. അദ്ദേഹം ജഡ്ജായിരുന്നു, അതിനുശേഷം അദ്ദേഹം മേയറായി. അടുത്ത പോയിന്റ്, അദ്ദേഹം ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് അർബൻ ഏരിയാസിൽ കൊണ്ടുവന്ന വ്യക്തിയാണ്. ജർമ്മനിയിൽ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് അത് അർബൻ ഏരിയയിൽ കൊണ്ടുവന്ന വ്യക്തി നമ്മുടെ ഷൂൾസ് ഡെലിറ്റ്സ് ആണ്. അപ്പോൾ ഷൂൾസ് ഡെലിറ്റ്സിൻ്റെ സൊസൈറ്റിയുടെ പ്രത്യേകതകളാണ് അർബൻ ഏരിയയിലാണ് അതിൻ്റെ ഓപ്പറേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരുന്നു. ഇത് രണ്ടും നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. ലയബിലിറ്റി ലിമിറ്റഡ് ആണ്, അർബൻ ഏരിയാസിലാണ് ഓപ്പറേഷൻ. അടുത്തത് ഫ്രണ്ട്ലി സൊസൈറ്റി ഓഫ് ഷൂ മേക്കേഴ്സ്. അതായത് ഷൂ മേക്കേഴ്സിന് വേണ്ടി ഇദ്ദേഹം ഒരു സൊസൈറ്റി ആരംഭിച്ചു. അതിൻ്റെ പേരാണ് ഫ്രണ്ട്ലി സൊസൈറ്റി ഓഫ് ഷൂ മേക്കേഴ്സ്. അപ്പോൾ ജർമ്മനിയിൽ ഫ്രണ്ട്ലി സൊസൈറ്റി ഓഫ് ഷൂ മേക്കേഴ്സ് സ്ഥാപിച്ച വ്യക്തി ആരാണ്? ഷൂൾസ് ഡെലിറ്റ്സ് ആണ്. ഷൂൾസ് ഡെലിറ്റ്സിൻ്റെ ഒരു സൊസൈറ്റിയാണ് ഫ്രണ്ട്ലി സൊസൈറ്റി ഓഫ് ഷൂ മേക്കേഴ്സ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഷൂൾസ് ഡെലിറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ഫാദർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഫാദർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഷൂൾസ് ഡെലിറ്റ്സ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കുക. അടുത്തത് ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. അദ്ദേഹത്തിൻ്റെ ആ സൊസൈറ്റികളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. അദ്ദേഹം അർബൻ ഏരിയാസിൽ ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് സൊസൈറ്റി തുടങ്ങി. ആ സൊസൈറ്റികൾ ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് നൽകിയിരുന്നത്. ഇതും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഷൂൾസ് ഡെലിറ്റ്സ് സൊസൈറ്റിയുടെ പ്രത്യേകതകളാണ് അർബൻ ഏരിയാസിലാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ, അതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് എന്നുള്ള ബുക്ക്, പ്രശസ്തമായ ഈ ബുക്ക് രചിച്ചത് ഷൂൾസ് ഡെലിറ്റ്സ് ആണ്. ഷൂൾസ് ഡെലിറ്റ്സിൻ്റെ പ്രശസ്തമായ ബുക്കിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്. ഇതും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഷൂൾസ് ഡെലിറ്റ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്. അടുത്തത് റെസ്പോൺസിബിൾ ഫോർ കോപ്പറേറ്റീവ് ലോസ് ഇൻ ജർമ്മനി. അതായത് ജർമ്മനിയിൽ കോപ്പറേറ്റീവ് ലോസ് ഉണ്ടാക്കാൻ കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ലോസിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു ഷൂൾസ് ഡെലിറ്റ്സ്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ കോപ്പറേറ്റീവ് ലോസ് അതിൻ്റെ റെസ്പോൺസിബിൾ അല്ലെങ്കിൽ അതിൻ്റെ മേക്കർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഷൂൾസ് ഡെലിറ്റ്സ് ആണ്. റെസ്പോൺസിബിൾ ഫോർ കോപ്പറേറ്റീവ് ലോസ് ഇൻ ജർമ്മനി. ഇതും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അതുപോലെ തന്നെ ഷൂൾസ് ടൈപ്സ് ബാങ്ക്സ് ഓൾസോ നോൺ ആസ് പോപ്പുലർ ബാങ്ക് അല്ലെങ്കിൽ ടൗൺ ബാങ്ക്. പോപ്പുലർ ബാങ്ക് അല്ലെങ്കിൽ ടൗൺ ബാങ്ക് എന്നൊക്കെ ഷൂൾസ് ഡെലിറ്റ്സിൻ്റെ ആ സൊസൈറ്റീസ് അല്ലെങ്കിൽ ആ ബാങ്ക്സ് അറിയപ്പെടുന്നു. പോപ്പുലർ ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക പോപ്പുലറ എന്നൊക്കെ അറിയപ്പെടുന്നത് ഷൂൾസ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണ്. അപ്പോൾ ഷൂൾസ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു പോപ്പുലർ ബാങ്ക് അല്ലെങ്കിൽ ടൗൺ ബാങ്ക് എന്നും ഷൂൾസ് ബാങ്ക്സ് അറിയപ്പെടുന്നു. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കമ്പാനിയൻ ഓഫ് ഷൂൾസ് ഡെലിറ്റ്സിൻ്റെ കമ്പാനിയനായിരുന്നു ഡോക്ടർ ബെൻ ഹാർഡി ആയിരുന്നു ഷൂൾസ് എന്ന കോപ്പറേറ്ററിൻ്റെ കമ്പാനിയൻ ഓഫ് ഷൂൾസ് ഡോക്ടർ ബെൻ ഹാർഡി. അപ്പോൾ ഷൂൾസിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കുറേയധികം പോയിന്റ് നമ്മൾ പഠിച്ച് നമ്മളൊക്കെ അതൊന്നുകൂടെ കാണാം. ഷൂൾസ് ഡെലിറ്റ്സ് ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോപ്പറേറ്റർ ആയിരുന്നു. 1808 ജനിച്ചു, 1883 അന്തരിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ജഡ്ജും അതുപോലെ തന്നെ ഒരു മേയറുമായിരുന്നു. ആദ്യം അദ്ദേഹം ജഡ്ജായിരുന്നു, അതിനുശേഷം മേയറായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയുടെ പ്രത്യേകതകളാണ് ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് ആണ്. അതുപോലെ അർബൻ ഏരിയാസിലാണ് ഇദ്ദേഹത്തിൻ്റെ സൊസൈറ്റി ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട്ലി സൊസൈറ്റി ഓഫ് ഷൂ മേക്കേഴ്സ് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഷൂൾസ് ഡെലിറ്റ്സ് ആണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഫാദർ എന്ന് അറിയപ്പെട്ടിരുന്ന വ്യക്തി. അതുപോലെ തന്നെ ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് ഇദ്ദേഹത്തിൻ്റെ സൊസൈറ്റി നൽകിയിരുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ബുക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്. അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ഫോർ കോപ്പറേറ്റീവ് ലോസ് ഇൻ ജർമ്മനിയിലെ കോപ്പറേറ്റീവ് ലോസിൻ്റെ പ്രധാനപ്പെട്ട മേക്കറായിരുന്നു ഷൂൾസ് ഡെലിറ്റ്സ്.
അതുപോലെ തന്നെ ഷൂൾസ് ടൈപ്സ് ബാങ്ക്സ് ഓൾസോ നോൺ ആസ് പോപ്പുലർ ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക പോപ്പുലറ. അതുപോലെ തന്നെ ടൗൺ ബാങ്ക് എന്നും അറിയപ്പെടുന്നു. ഷൂൾസ് ടൈപ്പ് ബാങ്ക്സിൻ്റെ മറ്റൊരു പേരാണ് പോപ്പുലർ ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക പോപ്പുലറ. അതുപോലെ തന്നെ ടൗൺ ബാങ്ക് എന്നറിയപ്പെടുന്നതും ഷൂൾസ് ബാങ്ക്സിൻ്റെ മറ്റൊരു പേരുകളാണ്. അതുപോലെ തന്നെ കമ്പാനിയൻ ഓഫ് ഷൂൾസ് ഡോക്ടർ ബെൻ ഹാർഡി എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിയായിരുന്നു ഷൂൾസിൻ്റെ അടുത്ത അനുയായി അല്ലെങ്കിൽ കമ്പാനിയൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഷൂൾസിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ ഈ ഒരു പോയിന്റ് പോലും നിങ്ങൾ മിസ് ചെയ്യാതെ പഠിക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.